നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിന് വൻ തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ DMK നേതാവിനും കുടുംബത്തിനും തിരിച്ചടി. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ 3 വർഷം തടവിന് വിധിച്ച് മദ്രാസ് ഹൈക്കോടതി. സ്റ്റാലിൻ മന്ത്രിസഭയിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പൊന്മുടി 2006 മുതൽ 2011 വരെ DMK നേതൃത്വത്തിലുള്ള ഭരണത്തിൽ മന്ത്രിയായിരിക്കെ തന്റെ പേരിലും ഭാര്യയുടെ പേരിലും തന്റെ വരുമാനത്തിലും 65.99% അധികമായി ഏതാണ്ട് 1.75 കോടി രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദിച്ചുവെന്നതാണ് കേസ്. തമിഴ്നാട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി K. പൊന്മുടിക്കും ഭാര്യ P. വിശാലലക്ഷ്മിക്കും 3 വർഷം തടവാണ് മദ്രാസ് ഹൈക്കോടതി വിധിച്ചിരിക്കുന്നത്. 50 ലക്ഷം രൂപ ഇരുവരും പിഴ ഒടുക്കണം. 1.25 കോടി രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദിച്ചെന്നാണ് DMK നേതാവിനെതിരായ കുറ്റം. പിഴ അടയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ 6 മാസം കൂടി ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടതായി വരും. ജയിൽ ശിക്ഷ ലഭിച്ചതിനാൽ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുകയും പൊന്മുടിയെ MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കുകയും ചെയ്യും. പൊന്മുടിയും ഭാര്യയും കുറ്റക്കാരനാണെന്ന് കഴിഞ്ഞ ദിവസമായിരുന്നു മദ്രാസ് ഹൈക്കോടതി കണ്ടെത്തിയത്. നേരത്തെ ഇരുവരെയും കുറ്റവിമുക്തരാക്കിയ വിചാരണ കോടതി വിധി റദ്ദാക്കിക്കൊണ്ടായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ്. 2006 മുതൽ 2011 കാലഘട്ടത്തിൽ മന്ത്രിസ്ഥാനം ദുരുപയോഗപ്പെടുത്തി 2 കോടിയോളം രൂപയുടെ സ്വത്ത് അനധികൃതമായി സമ്പാദിച്ചതെന്നാണ് കേസ്. വരുമാനത്തിന് അനുസൃതമല്ലാതെ 1.25 കോടി രൂപയുടെ സ്വത്ത് സമ്പാദിച്ചുവെന്ന കേസിൽ സ്റ്റാലിൻ മന്ത്രിസഭയിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി K. പൊന്മുടിയെ 3 വർഷത്തെ തടവിന് ശിക്ഷിച്ച് മദ്രാസ് ഹൈക്കോടതി വ്യാഴാഴ്ചയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. സ്റ്റാലിൻ മന്ത്രിസഭയിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പൊന്മുടി 2006 മുതൽ 2011 വരെ DMK നേതൃത്വത്തിലുള്ള ഭരണത്തിൽ മന്ത്രിയായിരിക്കെ തന്റെ പേരിലും ഭാര്യയുടെ പേരിലും തന്റെ വരുമാനത്തിലും 65% അധികമായി ഏതാണ്ട് 1.25 കോടി രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദിച്ചുവെന്നതാണ് കേസ്. ചൊവ്വാഴ്ച മദ്രാസ് ഹൈക്കോടതി അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ പൊന്മുടിയെയും ഭാര്യയും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരുന്നു. അവരെ കുറ്റവിമുക്തരാക്കിയ വിചാരണ കോടതിയുടെ ഉത്തരവും ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. വിചാരണ കോടതിയുടെ ഉത്തരവിനെ നിശ്ചിതമാക്കി വിമർശിച്ച ഹൈക്കോടതി എങ്ങനെയാണ് ഇത്രയും തുറന്ന തെളിവുകൾ കാണിക്കാതിരുന്നതെന്നും ചോദിച്ചു. വിശ്വസനീയമായ തെളിവുകൾ ഒഴിവാക്കിയതിലൂടെയും തെളിവുകളുടെ തെറ്റായ വ്യാഖ്യാനത്തിലൂടെയും നീതിയുടെ സമ്പൂർണ്ണ നിഷേധമാണ് ഇവിടെ സംഭവിച്ചത്. ജസ്റ്റിസ് ജയചന്ദ്രൻ ചൂണ്ടിക്കാട്ടി. പ്രതികൾക്കെതിരായ വലിയ തെളിവുകളാണ് ഉണ്ടായിരുന്നത്. ആ തെളിവുകൾ അവഗണിച്ചുകൊണ്ട് പ്രതികളെ കുറ്റവിമുക്തരാക്കുന്നതിന് വിചാരണ കോടതി നൽകിയത് നിലനിൽക്കാത്ത കാരണങ്ങളാണ്. അതിനാൽ വിചാരണ കോടതിയുടെ വിധി വ്യക്തമായും പ്രകടമായും തെറ്റാണെന്നും ഒരു തരത്തിലും അനുവദിക്കാൻ പാടില്ലാത്തതാണെന്നും വ്യക്തമാക്കാൻ കോടതി നിർബന്ധിതമായിരിക്കുകയാണ്. ഹൈക്കോടതി വ്യക്തമാക്കുകയായിരുന്നു. തമിഴ്നാട്ടിലെ വില്ലുപുരം ജില്ലക്കാരനായ പൊന്മുടി കുറച്ചുകാലം പ്രൊഫസറായി ജോലി ചെയ്തിട്ടാണ് DMKയിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. 1989 വില്ലുപുരത്ത് നിന്നാണ് അദ്ദേഹം ആദ്യമായി MLA ആകുന്നത്. 6 തവണ MLA ആയ അദ്ദേഹം നിലവിൽ കല്ലൂർച്ചി ജില്ലയിലെ തിരുക്കോയിലൂർ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നു. ന്യൂനപക്ഷ വോട്ടുകൾ DMKയിലേക്ക് എത്തുന്നതിന് വലിയ സ്വാധീനമാണ് പൊന്മുടിക്ക് കൽപ്പിക്കപ്പെടുന്നത്. വിധി സുപ്രീം കോടതി കൂടെ ശരിവെച്ചാൽ MLA സ്ഥാനവും മന്ത്രിസ്ഥാനവും പൊന്മുടിക്ക് നഷ്ടപ്പെടും.